ഹായ്, എല്ലാവർക്കും കിങ് മേക്കർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണച്ചിത്രങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത പോലെ വീണ്ടും അടുത്ത സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. തികച്ചും എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതൊരിക്കലും നിങ്ങളുടെ അഭിപ്രായം ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് കാണുക, നിങ്ങൾക്ക് വിലയിരുത്തുക. ഇനി എൻ്റെ അഭിപ്രായമായിട്ട് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം മാത്രം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സിനിമക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വിഷു ചിത്രത്തിൻ്റെ വിഷുവല്ല, കാരണം ഒരുപാട് സംഘടനകളും ഇടികളും ഒക്കെ വന്നിട്ടുള്ള ഓണച്ചിത്രമായ കൊണ്ടലിൻ്റെ ആൻ്റണി പെപ്പെ നായകനായ കൊണ്ടൽ എന്ന സിനിമയുടെ അഭിപ്രായത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും കിങ് മേക്കർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൊണ്ടൽ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു മാസ് ഫൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അടിപ്പടം എന്നുള്ള ലെവലിലേക്കായിരിക്കും സിനിമ പോകുന്നത് എന്നുള്ളത് നമുക്ക് പോസ്റ്ററുകളിൽ നിന്നും ടീസർ ട്രെയിലർ എല്ലാത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ലെവലിലേക്ക് സിനിമ എത്തിയിട്ടില്ല എന്നുള്ളത് തികച്ചും നിരാശാജനകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമ മാസ് ആക്ഷൻ പടങ്ങൾ കാണുന്നവർക്ക് വേണമെങ്കിൽ പോയി കാണാം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. സിനിമ ഒരു നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് മാറി തെലുങ്കിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്, എന്നാൽ തെലുങ്കിലേക്ക് എത്തിയിട്ടുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് സിനിമയുടെ പോക്ക്. സിനിമ തികച്ചും നായകൻ്റെതായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നായകൻ എങ്ങോട്ടോ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ വണ്ടിയും പോകേണ്ടത് എന്നുള്ള രീതിയിലേക്കാണ് സിനിമ പോകുന്നത്. സിനിമയുടെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത് കഥയില്ലായ്മ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തുടക്കത്തിൽ നായകൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് നായകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയും അവിടെ നിന്ന് നായകൻ്റെതായ ശരിക്കുള്ള പ്രശ്നത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരിക്കലും ആ ഒരു പ്രശ്നത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ നാട്ടിൽ നിന്നും ഇത് ചെയ്തില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള മാസ് മസാല ഫൈറ്റ് പടങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്, എന്തായാലും അതിലൊരു നായകൻ ഉണ്ടാവും, നായകൻ തന്നെയായിരിക്കും അവസാനം വിജയിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ഇടികളുണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ കൂടിയും സംവിധായകൻ ലോകേഷ് കനകരാജ് പറഞ്ഞതുപോലെ ഇങ്ങനൊരു പടം ചെയ്യുമ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, കഥ എന്നുള്ള സാധനം, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇമോഷണലായി കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു സാധനം. അതിൽ തീർച്ചയായും സംവിധായകനും കൂട്ടരും പരാജയപ്പെട്ടു എന്നുള്ളതാണ് എനിക്കിതിൽ തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുടെ പ്രധാന വിൽപ്പന ചരക്ക് എന്ന് പറയുന്നത് ആൻ്റണി പെപ്പയാണ്. പക്ഷേ ആൻ്റണി പെപ്പയെ ശരിക്ക് ഈ സിനിമയിൽ യൂട്ടിലൈസ് ചെയ്തു, അല്ലെങ്കിൽ ആൻ്റണിയുടെ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയോ എന്നുള്ള രീതിയിലേക്ക് എനിക്കൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ആൻ്റണി പെപ്പെ വളരെ സൈലൻ്റായിട്ട് നിന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് സിനിമ പോകുന്നത്. പക്ഷേ നമ്മൾ മുൻകാല ചിത്രങ്ങളിൽ അജഗജാന്തരം പോലുള്ള അങ്കമാലി ഡയറീസ് പോലെയോ ഒരു ത്രസിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരനല്ല ആൻ്റണി പെപ്പെ ഈ സിനിമയിൽ കാണുന്നത്. ഇതിൽ മാസ് ഫൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഉറപ്പായും ഒരടിപ്പടം ചെയ്യുമ്പോൾ അതിലെ നായകൻ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ കൂടിയും നമുക്ക് മിക്കവാറും സിനിമകളിലൊക്കെ കാണുന്നതാണ് വില്ലന്മാർ വെടിവെച്ചാൽ ഒരിക്കലും നായകന് കൊള്ളില്ല എന്നുള്ള ഒരു സ്ഥിരം പാറ്റേൺ. ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത്. നായകനെ ആകെ ഒരേ ഒരു സ്ഥലത്ത് വെച്ച്, കടലിനുള്ളിൽ ബോട്ടിൽ വെച്ചാണ് സിനിമ ഭൂരിഭാഗവും പറഞ്ഞു പോകുന്നത്. പക്ഷെ അവിടെ വെച്ച് ഒരു അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൊല്ലാനോ വേണ്ടി ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നില്ല. സിനിമയുടെ ക്ലൈമാക്സ് വരെ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത്രയധികം ആളുകൾ ഉണ്ടാകുമ്പോൾ കൂടിയും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട്. അവർ തല്ലാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി തന്നെ തീരുമാനിച്ചവരാണ്. പക്ഷെ അവർക്കൊരിക്കലും അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നം. ഈ സിനിമയിൽ ആൻ്റണി പെപ്പെ കഴിഞ്ഞാൽ എനിക്ക് എടുത്തു പറയാൻ വേണ്ടി തോന്നുന്ന ഒരു കഥാപാത്രം പ്രമോദ് വെളിയനാട് എന്ന
വ്യക്തിയാണ്. നമ്മുടെ ടൊവിനോ തോമസിൻ്റെ കളയിലെ ഒരു പ്രകടനം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രകടനമാണ് ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം കിങ് ഓഫ് കൊത്തയുടെയൊക്കെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു സിനിമ ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പറയേണ്ട ഒരു ആക്ടറാണ് ശരത് സഭ. ജാനേമൻ എന്ന സിനിമയിലൂടെ സയ്യേട്ട എന്ന് വിളിക്കുന്ന ആ ശരത് സഭ ഈ സിനിമയിൽ വളരെ വ്യത്യസ്തമായ ബോഡി റിഫ്ലക്ഷനിലൂടെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ നന്ദു ആണ്. നന്ദു വളരെ നന്നായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഷബീറാണ് ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാർപ്പട്ട പരമ്പര, തമിഴിലെ പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത സാർപ്പട്ട പരമ്പരയിലെ ഡാൻസിങ് റോസായി വന്ന ഷബീറാണ് മറ്റൊരു മെയിൻ കഥാപാത്രം. പിന്നെ ഒരു വ്യത്യസ്ത കഥാപാത്രമായി മണികണ്ഠൻ ആചാരി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കരിക്കിലെ രാഹുൽ രാജഗോപാൽ എന്ന വ്യക്തി വളരെ നല്ലൊരു ക്യാരക്ടറായിട്ടും ഈ സിനിമയിൽ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവസാനത്തേക്ക് ഞാൻ മാറ്റിവെച്ച പേരാണ് കന്നഡയിൽ നിന്നും മലയാളത്തിലേക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന രാജ്ബി ഷെട്ടി എന്ന ആക്ടർ. അദ്ദേഹത്തിന് നല്ലൊരു ക്യാരക്ടർ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല എന്ന് വേണം എനിക്ക് പറയാൻ. അദ്ദേഹം മലയാളികൾക്ക് കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ക്യാരക്ടർ ഇതൊന്നും ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ മിന്നൽ മുരളിയിലൂടെ വന്ന് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ കൂടിയും അവസാനം മലയാളത്തിൽ നിന്നും അപ്രത്യക്ഷമാകേണ്ടി വരുന്ന രീതിയിലേക്ക് പോകുന്ന ഗുരു സോമസുന്ദരത്തിനെ പോലെ തന്നെ രാജ്ബി ഷെട്ടിയും ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് എടുത്തിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ഒരു സംശയം എനിക്കില്ലാതില്ല. ക്യാമറ വർക്ക് കുറച്ചുകൂടി ഗംഭീരമായിരുന്നു എന്ന് പറയാമെങ്കിൽ കൂടിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ പാട്ടുകളൊന്നും തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നതോ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്നതോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനൊരു പടം കാണാൻ വേണ്ടിയിട്ട് മാസ് ആക്ഷൻ പടങ്ങൾ കാണുന്നവർക്ക് വേണമെങ്കിൽ ഒരിക്കൽ പോയി കാണാൻ പറ്റും, വേണമെങ്കിൽ ശ്രമിക്കാം എന്നുള്ള രീതിയിലേക്ക് മാത്രമേ എനിക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അതായത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി പറയാൻ പറ്റുന്നത്. അങ്ങനെ കണ്ടവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിലെന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടോ എന്നുള്ളത് ഇതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സ്നേഹങ്ങൾ, നിങ്ങളുടെ വെറുപ്പുകൾ, നിങ്ങളുടെ ദേഷ്യങ്ങളൊക്കെ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. അപ്പോൾ ഗുഡ് ബൈ.